ഈ പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഈ കഞ്ചാവ് വലിയൊരു സംഭവമല്ല. ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നിയമവിധേയമായ കാര്യമാണ്. പിന്നെ ഇവിടെ കഞ്ചാവ് മദ്യത്തിൻ്റെ അത്ര പോലും ദോഷമല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പിന്നെ മദ്യം കഴിക്കുന്നതിന് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഷാപ്പുകൾ തുറക്കുകയും ബാറുകൾ തുറക്കുകയും കൂടുതൽ പേര് മദ്യം കഴിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം തന്നെയാണ് ഈ 2 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചെന്നും പറഞ്ഞ് ഈ ആളുകളെ വേട്ടയാടുകയും അത് വലിയ പത്രവാർത്തയായി മാറുകയും ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ കേരളത്തെ തന്നെ മാനം കെടുത്തുകയാണ്. നമ്മുടെ യുവാക്കളെല്ലാം വഴിതെറ്റിപ്പോയി ലഹരിയുടെ ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ. ഇന്നിപ്പോൾ കണ്ടു പിന്നെ 20 കിലോ കഞ്ചാവുമായിട്ട് ഭാര്യയും ഭർത്താവും വരുന്നു. അപ്പം പിന്നെ എക്സൈസിനെ കണ്ടുടനെ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു, ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഭാര്യ കരഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ കൂടെ പോകുന്നു. അതിൻ്റെ റിപ്പോർട്ട് അത് ഒരു ചാനലിൽ കണ്ടു. സത്യം പറഞ്ഞാൽ വളരെ ഖേദം തോന്നിപ്പോയി. മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്ത് മുതലാക്കുക കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ നമുക്കറിയാം മരണ വീടുകളിൽ ചെന്നിട്ട് ആളുകൾ കരയുകയും നെഞ്ചത്തളിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അത് എല്ലാം എടുത്തത് ഉപയോഗിക്കുന്നത്, എടുത്ത് ആഘോഷിക്കുന്നത്. അവസാനം പറഞ്ഞാൽ അവരെ ഒന്നും ആ ഭാഗത്തേക്ക് അടുപ്പിക്കരുത്. അങ്ങനെയുള്ള പിന്നെ വേദനാജനകമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാധ്യമങ്ങൾ ഒരു 200 മീറ്റർ പിന്നെ അകലെ വേണം നിൽക്കാനായിട്ട്. അവരെ അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് സമ്മതിക്കരുത്. അതിനപ്പുറത്തേക്ക് പോകാൻ മാധ്യമങ്ങളും പിന്നെ മാധ്യമക്കാരും പോകരുത്. വാസം പറഞ്ഞാൽ അത് മുതലാക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. അവരുടെ കണ്ണുനീരും ദുഃഖവും എടുത്ത് പിന്നെ നാട് മുഴുവൻ അലക്കുക. മറ്റൊരു രാജ്യത്തും ഇല്ലല്ലോ അത്. അമേരിക്കയിലോ പിന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ പ്രൈവസി അതിനെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ ഈ പല രാജ്യങ്ങളിലും നിയമവിധേയമായൊരു കാര്യമാണ് കഞ്ചാവ്. അപ്പോൾ അത് വലിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെയുള്ള സംഗതികളൊന്നുമില്ല. പക്ഷേ വലിക്കാതിരിക്കണം, അതാണ് നല്ലത്. വലിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്. എന്ന് മാത്രമല്ല ഈ കഞ്ചാവ് വലിക്കുന്നത് എൻട്രി ലെവൽ പിന്നെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോകുന്നത്. ഹെറോയിൻ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഈ കഞ്ചാവിൻ്റെ വേട്ട, അത് ഈ കഞ്ചാവ് കൊണ്ടിരുന്ന അത് കഴിവതും പിന്നെ അങ്ങനെയുള്ള ഈ പിന്നെ കൃഷി അതുപോലെ തന്നെ അത് കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുന്നവർ അങ്ങനെയുള്ളത് തടയാനായിട്ട് ശ്രമിക്കണം. അത് സെൻസേഷണലായിട്ടൊരു വാർത്തയോ ഒന്നുമല്ല. അതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ പിന്നെ അത് പിടിച്ചാൽ തന്നെ പലതിനും ജാമ്യം കിട്ടുന്നതാണ്. പിന്നെ ആ ജാമ്യം കിട്ടുന്നത് മാത്രമല്ല ഈ ശിക്ഷയും പിന്നെ വളരെ കുറഞ്ഞ തോതിലാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള കുറ്റങ്ങളാണ്. നേരെ മറിച്ച് പിന്നെ സിംഗപ്പൂരിൽ നമ്മൾ കണ്ടു, 9 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിൽ, കഞ്ചാവ് കൊണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ തൂക്കിക്കൊന്നു. എന്തൊരു അപരിഷ്കൃത. അത് പിന്നെ സിംഗപ്പൂർ പോലുള്ള ഒരു അപരിഷ്കൃത രാജ്യത്ത് അതൊക്കെ നടക്കും. ഈ പിന്നെ അതുപോലെ തന്നെ ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിലും അത് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആളുകളെ പിന്നെ തല വെട്ടി പിന്നെ കൊല്ലുക, ഇത്തിരി കഞ്ചാവൊക്കെ കൈവശം വെച്ചെന്നും പറഞ്ഞ്.